എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വില്ല പ്രോജക്റ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണെങ്കിൽ നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പെരിയാവ് ജംഗ്ഷൻ്റെ അടുത്തായിട്ട് നമുക്കൊരു 2 നില വീട് നമുക്ക് കൊടുക്കാനുണ്ട്. എൻ്റെ ബാക്കിൽ കാണുന്ന ഈ ഒരു വീടാണ്. ഈ വീട് നിൽക്കുന്ന 5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റാണ് വരുന്നത്. 4 വലിയ ബെഡ്റൂം വരുന്നുണ്ട്, 4 നമുക്ക് അറ്റാച്ച്ഡ് ആണ്. മുറ്റത്ത് നമുക്ക് 3 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ നടന്നു വരാനുള്ള ദൂരം മാത്രമേ ഈ വീട്ടിലോട്ട് വരുന്നുള്ളൂ. ഈ വീട് നിൽക്കുന്ന കരഭൂമിയിലാണ്. ഈ വീട് ചുറ്റുള്ള വാസ്തു പ്രകാരമാണ് കിഴക്ക് ദർശനമാണ് വീട് വരുന്നത്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 7 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് എയർപോർട്ട് പോകാൻ 11 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട്ടിൽ കുടിയുള്ളതിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട്ടിൽ നമുക്ക് CCTVയുടെ പോയിന്റ് ചെയ്തിട്ടുണ്ട്, സോളാറിൻ്റെ പോയിന്റ് ചെയ്തിട്ടുണ്ട്. 3 ഫേസ് ആണ് നമ്മുടെ ലൈൻ കണക്ഷൻ. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 99 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിൾ ആണ്. 80% ഹോം ലോണും ചെയ്യാൻ പറ്റും. വീടിനോട് ചേർന്ന് വലിയൊരു കാർ പോർച്ച് വരുന്നുണ്ട്. നമുക്ക് വലിയൊരു ഇന്നോവ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ചാണ് വരുന്നത്. മുറ്റത്ത് നമുക്ക് ഇൻ്റർലോക്കാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നമുക്ക് 2 ഗേറ്റ് വരുന്നുണ്ട്. മുറ്റത്താണ് കിണർ വരുന്നത്. കിണറ്റിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ വെള്ളം വരുന്നുണ്ട്, നല്ല ശുദ്ധമായ വെള്ളമാണ്. ഇത് കരഭൂമിയാണ്, അതുകൊണ്ട് നമുക്ക് വലുതായിട്ട് കിണറ്റിൽ ഉറയൊന്നും ഇറക്കേണ്ടി വരുന്നില്ല. വീടിൻ്റെ 3 ചുറ്റും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് വലിയൊരു ഗാർഡൻ വർക്ക് ചെയ്യാൻ വേണ്ടി ഒരു സ്പേസ് വരുന്നുണ്ട്. നനകല്ല് ബാക്കി വരുന്നുണ്ട്. വർക്ക് ഏരിയ ഇറക്കാനുള്ള സ്പേസും വരുന്നുണ്ട്. വീടിൻ്റെ ഡിസൈനൊക്കെ ചെയ്യുന്ന നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മൾ വീടിൻ്റെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. മുറ്റത്ത് നമുക്ക് ഗാർഡൻ വർക്ക്, ഇവിടെ നമുക്ക് ഗാർഡൻ വർക്ക് വരുന്നുണ്ട്. ഫ്രണ്ടിലെ വുഡ് ഫുള്ളും വരുന്നത് നമുക്ക് തേക്കാണ്, മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് നമ്മുടെ സിറ്റ് ഔട്ട്. അത്യാവശ്യം വലിയൊരു സിറ്റ് ഔട്ടാണ് വരുന്നത്. ഇവിടെ നമുക്ക് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. പാനൽ വർക്കിന് ഉപയോഗിച്ചിരിക്കുന്നത് നമുക്ക് തേക്കാണ്. വുഡ് വന്നിട്ട് നമുക്ക് തേക്കാണ്. മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് 2 ഡോറാണ് വരുന്നത്. സിംഗിൾ പാളിയുടെ 2 ഡോറാണ് വരുന്നത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ കൊത്തുവർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് വരുന്നില്ല, സ്പോട്ട് ലൈറ്റാണ് വരുന്നത്. ഇനി നമുക്ക് നേരെ എന്തായാലും അകത്തോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഹാളും ഡൈനിങ് സെക്ഷനും. നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. ഈ കാണുന്നതാണ് നമ്മുടെ ഹാള്. വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. പ്രൊഫൈൽ ലൈറ്റാണ് ചെയ്തിട്ടുള്ളത്. അകത്തെ കളറൊക്കെ വന്നിട്ട് നമുക്ക് നല്ല ലൈറ്റ് കളറാണ് ആഡ് ചെയ്തിട്ടുള്ളത്. നല്ല പ്രീമിയം ലുക്കിലാണ് നമ്മുടെ അകത്തെ ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്തിട്ടുള്ളത്. അകത്തെ ടൈലൊക്കെ വന്നിട്ട് 2.5 ടൈലാണ് വരുന്നത്. നല്ല ഗ്രിപ്പുള്ള ടൈലാണ്, നല്ല പ്രീമിയം ടൈലാണ്. ഇതിൽ നമ്മുടെ അപ്പോസ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഇതാണ് നമ്മുടെ TV യൂണിറ്റ്. എത്ര ഇഞ്ച് TV ആണോ ഹോൾഡ് ചെയ്യാൻ പറ്റിയ വലിയൊരു TV യൂണിറ്റാണ് വരുന്നത്. ഇതിൽ നമുക്ക് സ്റ്റോറേജും വരുന്നുണ്ട്. TV യൂണിറ്റ് ഏരിയയിൽ നമുക്ക് ചെറിയ 2 ഷെൽഫ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നമുക്ക് ഫോട്ടോസും അതേപോലെ നമുക്ക് ഫ്ലവറൊക്കെ വെക്കാൻ വേണ്ടിയാണ് ഈ 2 ഷെൽഫ് ചെയ്തിട്ടുള്ളത്. അകത്ത് വയറിംഗ് ഉപയോഗിച്ചിരിക്കുന്ന V ഗാർഡാണ്. സ്വിച്ചൊക്കെ വന്നത് GMൻ്റെ സ്വിച്ചാണ് വരുന്നത്. ഡൈനിങ് സെക്ഷൻ നമുക്ക് സെപ്പറേറ്റ് ആണ് വരുന്നത്. വലിയൊരു ഡൈനിങ് സെക്ഷനാണ് വരുന്നത്. ഡൈനിങ് സെക്ഷനിലോട്ട് പോകുന്നിടത്ത് തന്നെ നമുക്ക് വാഷ് ബേസ് വരുന്നുണ്ട്. വാഷ് ബേസൊക്കെ നമുക്ക് ചെയ്തിട്ടുള്ള വാർമോരയാണ്. നല്ലൊരു പ്രീമിയം ലുക്കാണ് നമുക്ക് ഇതിൽ വരുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. മുകളിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. താഴെയും നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു പാർട്ടീഷൻ തിരിച്ചിട്ടുണ്ട്. നമുക്ക് തേക്കിലാണ്. ഇത് നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഡൈനിങ് സെക്ഷൻ്റെ ഏരിയ വന്നിട്ട്. വലിയൊരു ഡൈനിങ് സെക്ഷൻ്റെ ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. നല്ല പ്രീമിയം ലുക്കിലാണ് 4 സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയ രീതിയിൽ കബോർഡ് വർക്കൊക്കെ വരുന്നുണ്ട്. ഡൈനിങ് സെക്ഷനോട് ചേർന്ന് തന്നെ നമുക്കൊരു കിച്ചൺ വരുന്നുണ്ട്. ഓപ്പൺ കിച്ചണാണ്. ഇവിടെ നമുക്ക് ചെറിയൊരു കബോർഡ് വർക്ക് ചെയ്ത് തിരിച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ. വലിയൊരു ഓപ്പൺ കിച്ചണാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. കിച്ചണിലെ ഫിറ്റിങ്സിനെ ഉപയോഗിച്ചിരിക്കുന്ന എല്ലാം ബ്രാൻഡഡ് ഫിറ്റിങ്സ് ആണ്. ഇവിടെ നമുക്കൊരു ഹോബും വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ ഒരു വർക്ക് ഏരിയ വരുന്നുണ്ട്. ഇവിടെയാണ് നമ്മുടെ ഫ്രിഡ്ജ് വയ്ക്കാനുള്ള ഓപ്ഷൻ വരുന്നത്. കിച്ചണിലെ ഷെയ്ഡിൻ്റെ മുകളിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ വർക്ക് ഏരിയ. അത്യാവശ്യം വലിയൊരു വർക്ക് ഏരിയയാണ് വരുന്നത്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയ എന്ന് പറഞ്ഞാൽ ബാക്ക് സൈഡാണ് ഈ കാണുന്നത്. ഇവിടെ നമുക്ക് നനകല്ല് വരുന്നുണ്ട്. ഇവിടെ നമുക്കൊരു വർക്ക് ഏരിയ ഇറക്കാൻ, നമുക്ക് അഡീഷണൽ ഒരു വർക്ക് ഏരിയ പുകയില അടുപ്പൊക്കെ ചെയ്യാനാണെങ്കിൽ നമുക്ക് ബാക്ക് സൈഡിൽ നമുക്ക് സ്പേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ സ്പേസ് വരുന്നുണ്ട്. ബാക്ക് സൈഡിൽ നമുക്ക് ടൈൽ, നല്ല ഗ്രിപ്പുള്ള ടൈലാണ് ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമ്മുടെ ഫസ്റ്റ് ബെഡ്റൂമാണ്. നമ്മുടെ ഫസ്റ്റ് ഫ്ലോറിൽ 1 ബെഡ്റൂമും സെക്കൻഡ് ഫ്ലോറിലാണ് നമുക്ക് 3 ബെഡ്റൂം വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 13x11 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിലും AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. 4 വാഷ്റൂമിൽ ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് വരുന്നുണ്ട്. 3 പാളിയിലെ ഒരു കബോർഡ് വർക്ക് വരുന്നുണ്ട്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു ഷെൽഫ് ചെയ്തിട്ടുണ്ട്. ഇതിനോട് ചേർന്നാണ് നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നത്. വാഷ്റൂം എല്ലാം തന്നെ വലിയ വാഷ്റൂമാണ്. ഫിറ്റിങ്സിന് ഉപയോഗിച്ചിരിക്കുന്ന ഫുൾ നമുക്ക് സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും ചെയ്തിട്ടുണ്ട്. വാഷ്റൂമിലെ ഡോറെല്ലാം പ്രീമിയം ഡോറാണ് നമുക്ക് ആഡ് ചെയ്തിട്ടുള്ളത്. ഹാളിൽ നിന്നും അടുത്ത് വരുന്ന നമുക്ക് സെക്കൻഡ് ഫ്ലോറിലോട്ട് വന്ന സ്റ്റെയർ ആണ്.
സ്റ്റെയറിലെ ഹാൻഡിൽ വർക്ക് ചെയ്യിക്കുന്ന എല്ലാം നമുക്ക് വുഡിലാണ്. ഇത് നമുക്ക് തേക്കാണ്, മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന ഒരു ഓപ്ഷൻ നമുക്ക് ഫുൾ നമുക്ക് പാനൽ വർക്ക് ചെയ്യിക്കുന്നത് തേക്കാണ്. ഇതെല്ലാം നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് ചെറിയൊരു ഫിഷ് ടാങ്കും വരുന്നുണ്ട്. സ്റ്റെയർ കയറുന്നിടത്ത് നമുക്ക് പർഹോള ചെയ്തിട്ടുണ്ട്. ഒരു ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. 5 പർഹോളയാണ് വരുന്നത്. ഇത് നമുക്ക് ഗ്ലാസ് ഇട്ടിട്ടുണ്ട്. സ്റ്റെയർ കയറി വരുന്ന സ്റ്റെയറിങ്ങിൽ നമുക്ക് 2 ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഹാള്, സെക്കൻഡ് ഫ്ലോറിലെ ഹാള്. വലിയൊരു ഹാളാണ് വരുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് ചെറിയൊരു കബോർഡ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 ബെഡ്റൂമാണ് വരുന്നത്. ഈ കാണുന്ന ചെവരിൽ നമുക്കൊരു TV യൂണിറ്റ്, നമുക്ക് കമ്പ്യൂട്ടർ സ്റ്റാൻഡ് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ 2ാമത്തെ ബെഡ്റൂം. വലിയ ബെഡ്റൂമാണ്. ഇവിടെ നമുക്ക് 4 സീലിംഗ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെയും ചെറിയ ഷോക്ക് കേസും വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 2 പാളിയുടെ വലിയ കബോർഡ് വർക്കാണ് വരുന്നത്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 15x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇതാണ് നമ്മുടെ കബോർഡ് വർക്ക്. വലിയ കബോർഡ് വർക്കാണ്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. വാഷ്റൂം വലിയ വാഷ്റൂമാണ്. ഇവിടെ ഫിറ്റിങ്സിൽ വെച്ചിരിക്കുന്ന സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. നമ്മുടെ 4 ബെഡ്റൂമിൽ നമുക്ക് AC പോയിന്റ് ചെയ്തിട്ടുണ്ട്. അടുത്ത് വരുന്ന ഹാളിൽ നിന്ന് നമുക്ക് 3ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 3ാമത്തെ ബെഡ്റൂം. ഇവിടെ നമുക്ക് 4 സീലിംഗ് ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൽ നമുക്ക് അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയ കബോർഡ് വർക്ക് വരുന്നുണ്ട്. ഇവിടെയും ചെറിയ ഷോക്ക് കേസും ചെയ്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 15x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 3 പാളിയുടെ വലിയൊരു കബോർഡ് വർക്കാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് ഒരു അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. വാഷ്റൂം എല്ലാം വലിയ വാഷ്റൂമാണ്. ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം തന്നെ സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റ് വരുന്നുണ്ട്. അടുത്ത് വരുന്നത് നമുക്ക് ഹാളിൽ നിന്ന് 4ാമത്തെ ബെഡ്റൂമാണ്. ഇതാണ് നമ്മുടെ 4ാമത്തെ ബെഡ്റൂം. ഇവിടെ നമുക്ക് കബോർഡ് വർക്ക് വരുന്നുണ്ട്. അറ്റാച്ച്ഡ് വാഷ്റൂം വരുന്നുണ്ട്. ഈ ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട് 10x10 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. ഇവിടെ നമുക്ക് 2 പാളിയുടെ കബോർഡ് വർക്കാണ് വരുന്നത്. നല്ല രീതിയിൽ തന്നെ സ്റ്റോറേജ് വരുന്നുണ്ട്. ഇതിനോട് ചേർന്ന് തന്നെ അറ്റാച്ച്ഡ് വാഷ്റൂമും വരുന്നുണ്ട്. വാഷ്റൂമിൽ ഫിറ്റിംഗ്സ് ഉപയോഗിക്കുന്ന എല്ലാം സെറയാണ്. ഇവിടെ നമുക്ക് ഹീറ്റർ പോയിന്റും വരുന്നുണ്ട്. ഹാളിൽ നിന്നും അടുത്തുവരുന്ന നമുക്ക് ബാൽക്കണിയാണ്. ബാൽക്കണിയിലെ ഡോറ് നമുക്ക് തേക്കിലാണ് ചെയ്തിട്ടുള്ളത്. ഇത് നമുക്ക് മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് തേക്കിലാണ്, മാറ്റ് പോളിഷാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെ നമുക്ക് വലിയ രീതിയിൽ തന്നെ പാനൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫാൻസി ലൈറ്റ് വരുന്നുണ്ട്. ഈ കാണുന്നതെല്ലാം നമുക്ക് ചെടിച്ചട്ടിയാണ്. ഇതിലെല്ലാം നമുക്ക് തന്നെ ചെടി നടാൻ പറ്റും. ഇവിടെ നമുക്ക് ഹാൻഡിൽ വർക്ക് ചെയ്യിക്കുന്നത് നമുക്ക് സ്റ്റീലിലാണ്. ഇവിടെ നമുക്കൊരു ഓപ്പൺ ടെറസ് വരുന്നുണ്ട്. ഇവിടെ നമുക്ക് പർഹോള ചെയ്തിട്ടുണ്ട്. ഇത് നമുക്ക് ഗ്ലാസ് വരുന്നുണ്ട്. ഇത് നമുക്ക് വലിയൊരു ഓപ്പൺ ടെറസാണ് വരുന്നത്. നമുക്ക് നല്ലൊരു ആംബിയൻസ് ആണ് ഇവിടെ. നമുക്ക് സന്ധ്യയൊക്കെ നല്ല കാറ്റാണ്. ഈ ഉച്ച സമയത്ത് തന്നെ നമുക്കിപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ ഉച്ചയ്ക്കാണ്. ഇപ്പോൾ തന്നെ നല്ല രീതിയിൽ തന്നെ കാറ്റ്. ഇവിടെ നമുക്ക് സന്ധ്യയ്ക്കൊക്കെ ഇവിടെ ഒരു കസേരയൊക്കെ ഇട്ടിരുന്നാൽ നല്ലൊരു കാറ്റ് കിട്ടും. ഹാളിൽ നിന്നും നമുക്ക് വാഷിംഗ് മെഷീൻ്റെ പോയിന്റ് വരുന്നുണ്ട്. ഈ കാണുന്നതാണ് നമ്മുടെ ടെറസിലോട്ട് പോകുന്ന ഡോർ വന്നിട്ട്. ടെറസിലെ ടാങ്ക് വന്നിട്ട് 750 ലിറ്ററിൻ്റെ വലിയൊരു ടാങ്കാണ് വരുന്നത്. അഡീഷണൽ ടാങ്ക് ചെയ്യാനുള്ള ഓപ്ഷനും വരുന്നുണ്ട്. ടെറസിലാണെങ്കിൽ നമുക്ക് വാട്ടർ പ്രൂഫിങ് ചെയ്തിട്ടുണ്ട്. വലിയ ടെറസാണ്. വലിയൊരു ഫംഗ്ഷനൊക്കെ ചെയ്യാൻ പറ്റിയ വലിയൊരു ടെറസാണ് വരുന്നത്. ഇതൊക്കെയാണ് ഈ വീടിൻ്റെ ഡീറ്റെയിൽസ്. ഈ വീട് നിൽക്കുന്ന 5 സെൻറ്റിൽ 2200 സ്ക്വയർ ഫീറ്റ് വരുന്നുണ്ട്. 4 ബെഡ്റൂം വരുന്നുണ്ട്. 4 വലിയ ബെഡ്റൂമാണ്. എല്ലാം 15x13, 14x13 ബെഡ്റൂമിൻ്റെ സൈസ് വന്നിട്ട്. എല്ലാം അറ്റാച്ച്ഡ് ആണ്. ഈ വീട് നിൽക്കുന്നത് നമ്മുടെ തിരുവനന്തപുരത്ത് തിരുമല പെരിയാവ് ജംഗ്ഷൻ്റെ അടുത്തായിട്ടാണ് വീട് വരുന്നത്. ഈ വീടിന് ചോദിക്കുന്ന ആസ്കിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 99 ലക്ഷം രൂപയുടെ അകത്താണ്. ഇത് നെഗോഷ്യബിൾ ആണ്. ഫ്രണ്ടിലെ വുഡെല്ലാം വന്ന് നമുക്ക് തേക്കിലാണ് ചെയ്തിട്ടുള്ള. അകത്തെ ഹാൻഡിൽ വർക്ക് എല്ലാം തന്നെ നമുക്ക് തേക്കിലാണ് വരുന്നത്. ഈ വീട് നിൽക്കുന്ന വില്ല കമ്മ്യൂണിറ്റി അല്ല, ഒരു റെസിഡൻഷ്യൽ ഏരിയയിലാണ് വരുന്നത്. മെയിൻ ബസ് റൂട്ടിൽ നിന്ന് ഒരു 50 മീറ്റർ നടക്കാനുള്ള ദൂരം മാത്രമേ ഈ വീട്ടിലോട്ട് വരുന്നുള്ളൂ. വീട്ടിൻ്റെ മുറ്റത്ത് നമുക്ക് 3 കാർ വരെ പാർക്ക് ചെയ്യാൻ പറ്റിയ കാർ പോർച്ച് ഏരിയയാണ് വരുന്നത്. കുടിവെള്ളത്തിന് കിണറും വരുന്നുണ്ട്, ലൈൻ കണക്ഷനും വരുന്നുണ്ട്. ഈ വീട് ചുറ്റുള്ള വാസ്തുപ്രകാരമാണ് കിഴക്ക് ദർശനമാണ് വരുന്നത്. ഈ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ നമുക്ക് മാജൻഫ്രീ മാർക്കറ്റ് എല്ലാം തന്നെ വരുന്നുണ്ട്. ഈ വീട്ടിൽ നിന്നും തമ്പാനൂർ പോകാൻ 7 കിലോമീറ്ററാണ് വരുന്നത്. ഈ വീട്ടിൽ നിന്നും എയർപോർട്ട് പോകാൻ 12 കിലോമീറ്ററാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ വീട് വാങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. ഈ വീടിനെ പറ്റിയുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാൻ വേണ്ടി താഴെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. നമ്മുടെ തിരുവനന്തപുരത്ത് വീട് നോക്കുന്നവർക്കാണ് നമ്മുടെ വേർഡ് ഹൗസ് എന്നുള്ള വില്ല പ്രോജക്റ്റുമായിട്ട് നമുക്ക് കോൺടാക്ട് ചെയ്യുന്നുള്ളൂ. അടുത്ത് എന്തായാലും പുതിയൊരു വില്ല പ്രോജക്റ്റായിട്ടാണ്. അതുവരെയ്ക്കും എല്ലാവർക്കും ബൈ.